കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൂനം പ്രദേശത്ത് താമസിക്കുന്ന എൻ പ്രമോദ് എന്ന സഹോദരൻ ഹൃദ്രോഗ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദിവസങ്ങളോളമായി മംഗലാപുരം ഏനപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയും ഭീമമായ ഒരു സംഖ്യ ആ സഹോദരന്റെ ചികിത്സാ ചെലവിന് വേണ്ടി ഈ നിമിഷത്തിനകം ചെലവാവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും നല്ലൊരു സംഖ്യ വേണ്ടിവരും അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആ കൂട്ടുകാരന് ഇത്തരമൊരു സംഖ്യ താങ്ങുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് അദ്ദേഹത്തിൻ്റെ രോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും എത്തിച്ചു നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള കൈത്താങ് എന്നുള്ള നിലയിൽ, വലിയ രീതിയിലുള്ള സഹായം എന്നുള്ള നിലയിൽ നിങ്ങൾ ഏവരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ എൻ പ്രമോദിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺവീനർ ആണ് ഞാൻ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെറുതും വലുതുമായ ഒരു സംഖ്യ അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവിലേക്കായി സംഭാവന നൽകണമെന്ന് മുഴുവൻ ആളുകളും തങ്ങളാൽ കഴിയുന്ന ചെറുതും വലുതുമായ സഹായ സഹകരണങ്ങൾ ഈ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് ഏൽപ്പിക്കണം എന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നല്ലവരായ മുഴുവൻ ആളുകളും ഉദാരമായി സംഭാവന ചെയ്ത് ആ സുഹൃത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തുക, അത് ഓരോ രൂപയും അവൻ്റെ ജീവൻ്റെ വിലയായി കണക്കാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ ചെയ്യണം. നല്ല രീതിയിലുള്ള സംഭാവനകൾ ചെയ്ത് തരണമെന്നും മാത്രം അഭ്യർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹമേ, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എൻ പ്രമോദ് എന്ന ഒരു ചെറുപ്പക്കാരൻ, ഏകദേശം 41 വയസ്സ് പ്രായം മാത്രമുള്ള ആ ചെറുപ്പക്കാരന് ഹൃദയ സംബന്ധമായ രോഗവും അതുപോലെ തന്നെ പക്ഷാഘാതവും അനുഭവിച്ച് മംഗലാപുരം ഏനപ്പായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. വളരെ ദയനീയ അവസ്ഥയുള്ള ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഏകദേശം 20 ലക്ഷം രൂപയോളം സമാഹരിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടും നാട്ടുകാരും ഏകദേശ രൂപത്തിൽ പിരിച്ചെടുത്ത തുക 7 ലക്ഷം രൂപയോളം ഇപ്പോൾ പിരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി തുക ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിനാൽ ഈ ലോകമെമ്പാടുമുള്ള നന്മ നിറഞ്ഞ ഒരുപാട് കൈത്താങ്ങായ ലോക മലയാളി സമൂഹമേ, നിങ്ങളുടെ സഹായത്തിന് വേണ്ടി ഞങ്ങൾ ഒരു ചെറിയൊരു വീഡിയോ, ആ വീഡിയോ നിങ്ങൾ കണ്ട് പരമാവധി സഹായം ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ സുഹൃത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ VM സീന, കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കുറുമാത്തൂർ പഞ്ചായത്തിൽപ്പെട്ട കൂനം പ്രദേശത്ത് താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എൻ പ്രമോദ് ഹൃദയ സംബന്ധമായ അസുഖവും പക്ഷാഘാതവും കാരണം അതീവ ഗുരുതരാവസ്ഥയിൽ മംഗലാപുരം ഏനപ്പായ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. നിർധന കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിന് 20 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന മേജർ ശസ്ത്രക്രിയ അനിവാര്യമായി വന്നതായാണ് ഡോക്ടർമാരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇത്ര വലിയ ഒരു സാമ്പത്തിക ചികിത്സ എന്ന രീതിയിൽ താങ്ങാൻ വലിയ രീതിയിൽ പ്രയാസം അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രമോദിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സക്ക് ആവശ്യമായ സാമ്പത്തികമായ സഹായം നൽകിക്കൊണ്ട് നമ്മുടെ ഒരു സഹോദരൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി മുഴുവൻ ആളുകളും തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൂനത്ത് താമസിക്കുന്ന എൻ പ്രമോദ് ഗുരുതരമായ ഹൃദ്രോഗവും പക്ഷാഘാതവും പിടിപെട്ട് ഒരു മാസക്കാലത്തിലേറെയായി മംഗലാപുരം ഏനപ്പായ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. വളരെ നിർധന കുടുംബത്തിലെ അംഗമായിട്ടുള്ള പ്രമോദിനെ വാൾവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. ഉദ്ദേശം 20 ലക്ഷത്തിലധികം രൂപ ഇതിലേക്ക് ചെലവ് വരും എന്നുള്ളതാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭാര്യയും 2 പിഞ്ചു കുട്ടികളും
അതുപോലെ അമ്മയും മാത്രമടങ്ങുന്ന കുടുംബമാണ് പ്രമോദിൻ്റേത്. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായ പ്രമോദിനെ ഈ ഗുരുതരമായ രോഗത്തിൽ നിന്ന് രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മനുഷ്യസ്നേഹികളായ എല്ലാവരുടെയും ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് ഇതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് പ്രമോദിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ മഹാ ഉദ്യമത്തിൽ നാട്ടുകാർ, ജനപ്രതിനിധികൾ എല്ലാവരും അടങ്ങിയിട്ടുള്ള ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യാൻ എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. CM കൃഷ്ണൻ, പ്രസിഡന്റ്, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത്.